നടുക്കം വിട്ടുമാറാതെ കേരളം. പൂരപ്രേമികളുടെ സ്വപ്നഭൂമികയായ തൃശ്ശൂരിൽ ഹൃദയഭേദകമായി ഒരു വെടിക്കെട്ട് ദുരന്തം കൂടി സംഭവിച്ചിരിക്കുന്നു. 2026 ഏപ്രിൽ 21 ചൊവ്വാഴ്ചയാണ് സംഭവം. തൃശ്ശൂർ മുണ്ടത്തിക്കോടുള്ള വെടിക്കെട്ട് നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനം അതീവ നിർഭാഗ്യകരമായ ഒന്നായിരുന്നു. തൃശ്ശൂർ പൂരത്തിന് മുന്നോടിയായി തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി പടക്കങ്ങൾ നിർമ്മിച്ചിരുന്ന യൂണിറ്റിലാണ് ഈ അപകടം നടന്നത് എന്നാണ് പറയുന്നത്. ഏകദേശം 13 പേർ കൊല്ലപ്പെട്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഇതിൽ 5 പേരുടേത് ശരീരാവശിഷ്ടങ്ങളാണ്. അതുകൊണ്ട് 13 എന്നതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റവരിൽ പലരുടെയും നില പ്രവചനാതീതമാണ്. ഒരാൾ വെന്റിലേറ്ററിലാണ്. കൊല്ലപ്പെട്ടവരിൽ അധികവും വെടിക്കെട്ട് പുരയിൽ ജോലി ചെയ്തിരുന്നവരാണ്. 40-ലധികം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്ന ഇതുപോലുള്ള ദുരന്തങ്ങൾ കേരളത്തിൽ ഇതിനു മുമ്പും പലതും സംഭവിച്ചിട്ടുണ്ട്. അതിൽ ചിലത് ഇതിനേക്കാൾ ദാരുണവും ഭീതിതവുമായിരുന്നു. എന്നിട്ടും നമ്മൾ കേരളീയർ ഒന്നിൽ നിന്നും ഒരു പാഠം ഉൾക്കൊള്ളുന്നില്ല എന്നത് വളരെയധികം ദുഃഖം ജനിപ്പിക്കുന്ന ഒന്നാണ്. ആദ്യത്തെ സ്ഫോടനത്തിന് ശേഷം തുടർ സ്ഫോടനം ഉണ്ടായതിനാൽ അത് രക്ഷാപ്രവർത്തനത്തെ മന്ദഗതിയിലാക്കാൻ കാരണമാക്കിയിട്ടുണ്ട്. തൃശൂർ പൂരത്തിന് പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നായ സാമ്പിൾ വെടിക്കെട്ട് ഈ വരുന്ന വെള്ളിയാഴ്ച നടക്കാനിരിക്കെ അതിനായുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലായിരുന്നു തൊഴിലാളികൾ. തിരുവമ്പാടി ദേവസ്വത്തിന് വേണ്ടി പടക്കങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ ഏറ്റെടുത്ത യൂണിറ്റിലായിരുന്നു ഈ ദുരന്തം സംഭവിച്ചത്. സാമ്പിൾ വെടിക്കെട്ടിനും പ്രധാന വെടിക്കെട്ടിനും ആവശ്യമായ വലിയൊരളവ് സ്ഫോടക വസ്തുക്കൾ അവിടെ ശേഖരിച്ചിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. ഇതാണ് സ്ഫോടനത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത് എന്ന് അനുമാനിക്കുന്നു. ഇതിനു മുമ്പും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നിരവധി അപകടങ്ങൾ നടന്നിട്ടുണ്ട്. 1978 വെടിക്കെട്ട് ദുരന്തം അതിലൊന്നാണ്. തൃശൂർ പൂരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് അപകടങ്ങളിൽ ഒന്ന് അതായിരുന്നു. അന്ന് വെടിക്കെട്ട് പുരയ്ക്ക് തീപിടിച്ചുണ്ടായ സ്ഫോടനത്തിൽ 8 പേർ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2006 തൃശൂർ നഗരത്തിന് സമീപമുള്ള വെടിക്കെട്ട് നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 7 പേർ മരണപ്പെട്ടിരുന്നു. പൂരത്തിനായുള്ള വെടിക്കെട്ട് സാമഗ്രികൾ തയ്യാറാക്കിയതിനിടയിലായിരുന്നു ഈ അപകടം. എന്നാൽ കേരളത്തിൽ ഇതിനേക്കാൾ ശക്തമായ നിരവധി വെടിക്കെട്ട് ദുരന്തങ്ങൾ നടന്നിട്ടുണ്ട്. അവയിൽ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു 2016 പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം. 2016 ഏപ്രിൽ 10 കൊല്ലം ജില്ലയിലെ പരവൂർ പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിലുണ്ടായ വെടിക്കെട്ട് ദുരന്തം കേരളം കണ്ടതിലുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു. ഒരു ആഘോഷം എങ്ങനെ ഒരു മഹാദുരന്തമായി മാറാം എന്നതിന്റെ ഭയാനകമായ ഉദാഹരണമായിരുന്നു അത്. പുലർച്ചെ ഏകദേശം 3:15 അന്ന് അപകടം നടന്നത്. അന്ന് അപകടത്തിന് കാരണമായത് മത്സര വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കെ ആകാശത്ത് പൊട്ടിത്തെറിച്ച ഒരു അമിട്ടിന്റെ അവശിഷ്ടം താഴെ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിന് മുകളിലേക്ക് വീണു എന്നതാണ്. ഇതോടെ കെട്ടിടത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ടൺ കണക്കിന് വെടിക്കെട്ട് സാമഗ്രികൾ ഒന്നിച്ച് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അന്നത്തെ ആ ദുരന്തത്തിൽ മരണസംഖ്യ ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം 111 ആയിരുന്നു. പരിക്കേറ്റവർ 350-ലധികവും. പലർക്കും കൈകാലുകളും കാഴ്ചശക്തിയും നഷ്ടമായിരുന്നു. ഇത്രയൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ ഗവൺമെന്റുകളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായി കണ്ടിട്ടുള്ളത് ദുരന്തങ്ങളെ നേരിടാൻ ആശുപത്രികൾ സജ്ജീകരിക്കലും ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയമിക്കലുമാണ്. ഗവൺമെന്റിന്റെ അനാസ്ഥ കൊണ്ട് സംഭവിക്കുന്ന ഈ ദുരന്തങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ ഇരകളുടെ കുടുംബങ്ങൾ നൽകുന്ന പരിരക്ഷയും നൽകി കാണാറില്ല. എന്തുകൊണ്ട് ഇത്തരം ദുരാചാരങ്ങളും ആഘോഷങ്ങളും നിർത്തലാക്കിക്കൂടാ? അമ്പലങ്ങളിലും പള്ളികളിലും ചർച്ചകളിലും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ എന്ന പേരിൽ നടത്തുന്ന ഈ ആഘോഷങ്ങൾക്ക് എന്തിനാണ് ഇത്രയും നശീകരണ സ്വഭാവമുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നത്? ഒരു മതഗ്രന്ഥത്തിലും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറഞ്ഞിട്ടില്ല. എന്നിട്ടും അമ്പലങ്ങളും പള്ളികളും ചർച്ചകളും ശബ്ദ മലിനീകരണവും വായു മലിനീകരണവും ഉണ്ടാക്കുന്ന കൂട്ടമരണങ്ങൾക്ക് കാരണമാകുന്ന ഈ വെടിക്കൊപ്പുകളെ ആഘോഷമാക്കി മാറ്റുന്നു. ഓരോ ദുരന്തങ്ങൾ കഴിയുമ്പോഴും പുതിയ ശാസനകളും നിയമങ്ങളും ഉണ്ടാക്കുന്ന ഗവൺമെന്റും അധികാരികളും അടുത്ത ദുരന്തം ഉണ്ടാകുന്നതിന് വേണ്ടി കണ്ണടച്ചു നിൽക്കുന്നതാണ് നാം കാണുന്നത്. പുറ്റിങ്ങൽ ദുരന്തം നടന്നതിന് ശേഷം നിയമിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെന്റ് നടപ്പിലാക്കാൻ തയ്യാറാവാത്തതാണ് വീണ്ടും ഒരു വലിയ ദുരന്തത്തിന് കാരണമായത്. 2019 ജസ്റ്റിസ് PS ഗോപിനാഥൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ
ദുരന്തത്തിന് കാരണമായ വീഴ്ചകളെക്കുറിച്ചും ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങളെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. വെടിക്കെട്ടുകൾ ശബ്ദത്തിന് പ്രാധാന്യം നൽകുന്നതിന് പകരം നിറത്തിനും വെളിച്ചത്തിനും പ്രാധാന്യം നൽകുന്ന രീതിയിലേക്ക് മാറണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. വെടിക്കെട്ടിന്റെ ശബ്ദം 85 ഡെസിബലിൽ കൂടാൻ പാടില്ല എന്നുണ്ടായിരുന്നു. സാധാരണ പടക്കങ്ങൾ ഇതിലും ഉയർന്ന ശബ്ദമാണ് ഉണ്ടാക്കാറുള്ളത്. വെടിക്കെട്ട് പുരയും വെടിക്കെട്ട് നടത്തുന്ന സ്ഥലവും തമ്മിൽ കുറഞ്ഞ 100 മീറ്റർ അകലമുണ്ടായിരിക്കണം. ഈ രാത്രി വൈകിയുള്ള വെടിക്കെട്ടുകൾക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തണം. ഓരോ ഉത്സവത്തിലും വെടിക്കെട്ടിന്റെയും മറ്റും സുരക്ഷാ മേൽനോട്ടം വഹിക്കാൻ പ്രത്യേക നോഡൽ ഓഫീസർമാരെ നിയമിക്കണം. മാരകമായ സ്ഫോടനമുണ്ടാക്കുന്ന പൊട്ടാസ്യം ക്ലോറൈറ്റ് പോലുള്ള നിരോധിത രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ഈ നിർദ്ദേശങ്ങളൊന്നും ഗവൺമെന്റ് നടപ്പിലാക്കിയില്ല എന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ വീഴ്ചയാണ്. മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത ആചാരങ്ങളും ആഘോഷങ്ങളും നിർത്തലാക്കാനുള്ള ഇച്ഛാശക്തിയാണ് ഭരണകൂടത്തിനുണ്ടാവേണ്ടത്. അവിടെ കൊടിയുടെ നിറം നോക്കി തല ഉരിഞ്ഞു നിൽക്കുന്ന അധികാരികളെയാണ് നാം കാണുന്നത്. ഒരു മതത്തിന്റെയും ആഘോഷങ്ങളിൽ ഇത്തരം ഉഗ്രസ്ഫോടന ശേഷിയുള്ള വെടിമരുന്നുകൾ ഉണ്ടായിക്കൂടാ. അപകടരഹിതവും ജനോപകാരപ്രദവുമായ ആഘോഷങ്ങളിലേക്ക് ജനങ്ങൾ തിരിയേണ്ടതുണ്ട്. ആഘോഷങ്ങൾക്ക് വേണ്ടി പൊടിച്ചു കളയുന്ന പണം ജനനന്മക്കായി ഉപയോഗിക്കാൻ സമൂഹം തയ്യാറാവണം. അതിന് ഭരണകൂടം പ്രചോദനവും നൽകണം. വെടിക്കെട്ടിനും ആർഭാടങ്ങൾക്കുമായി ചെലവഴിക്കുന്ന പണത്തിന്റെ ഒരു ഭാഗം പ്രാദേശികമായ ആരോഗ്യ കേന്ദ്രങ്ങൾക്കോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ ഭവനരഹിതർക്കോ വേണ്ടി ഉപയോഗിക്കുന്നത് ആ ആഘോഷത്തിന് കൂടുതൽ അർത്ഥം നൽകും. വെളിച്ചത്തിന്റെയും ശബ്ദത്തിന്റെയും മത്സരത്തിന് പകരം കലകൾക്കും സാംസ്കാരിക പരിപാടികൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് സുരക്ഷിതമായ ആഘോഷം ഉറപ്പാക്കും. ശബ്ദ മലിനീകരണവും വായു മലിനീകരണവും ഒഴിവാക്കാൻ ലേസർ ഷോകൾ പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കാവുന്നതാണ്. ഉണ്ടായതുപോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമൂഹത്തിന്റെ ചിന്താഗതിയിൽ ഇത്തരം കാതലായ മാറ്റങ്ങൾ അനിവാര്യമാണ്. മനുഷ്യ ജീവനേക്കാൾ വലുതല്ല ഒരു ആഘോഷവും എന്ന ബോധ്യം എല്ലാവരിലും എത്തേണ്ടതുണ്ട്. ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ മനുഷ്യജീവന് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു ഗ്രീൻ പൂരം അല്ലെങ്കിൽ വെടിക്കെട്ട് കുറിച്ചുകൊണ്ടുള്ള ആഘോഷം എന്ന ആശയത്തിന് കൂടുതൽ പിന്തുണ ലഭിക്കേണ്ടതുണ്ട്. ആഘോഷങ്ങൾക്കായി ചെലവഴിക്കുന്ന വലിയ തുക നാടിന്റെ പുരോഗതിക്കായി ഉപയോഗിക്കണമെന്ന ബോധ്യം ഇത്തരം ദുരന്തങ്ങൾ കാണുമ്പോഴെങ്കിലും ജനങ്ങളിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തുന്ന ആഘോഷങ്ങളല്ല, മറിച്ച് എല്ലാവർക്കും സന്തോഷം നൽകുന്ന സുരക്ഷിതമായ കൂട്ടായ്മകളാണ് നമുക്ക് വേണ്ടത്.